ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ഐതിഹാസികമായ വിപ്ലവത്തിൻ്റെ കഥ, ചരിത്രത്തിൽ തങ്കലിപികളിൽ വിരചിതമായ അവരുടെ ചെറുത്തുനിൽപ്പുകളുടെ കഥ, അതിനിടയിൽ അവർ തരണം ചെയ്യേണ്ടി വന്ന വലിയ പ്രതിസന്ധികളുടെ കഥ, മക്കബായരുടെ കുടുംബത്തിന് ഉണ്ടായ വലിയ നഷ്ടങ്ങളുടെ കഥ, ആ കഥ കൂടെയാണ് സത്യത്തിൽ മക്കബായരുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് മക്കബായരുടെ അക്കാലത്തെ സമുന്നതനായ നേതാവ് ജോനാഥാൻ ഒരു ചതിയിൽപ്പെട്ട് ട്രീഫോയുടെ ബന്ദിയായിത്തീരുന്ന കഥ നമ്മൾ കണ്ടിരുന്നു. തുടർന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ 13-ാം അധ്യായം പരിശോധിച്ചപ്പോൾ ജോനാഥാന് പകരം സഹോദരൻ ശിമയോൻ നേതൃത്വം ഏറ്റെടുക്കുന്നതും അതിശക്തമായ ഒരു ചെറുത്തുനിൽപ്പിന് ശിമയോൻ തയ്യാറാവുന്നതും നമ്മൾ കണ്ടു. ശിമയോൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ ചതിയനായ ട്രീഫോ വീണ്ടും ചതി വചനങ്ങളുമായി മുന്നോട്ട് വരികയാണ്. ഇക്കുറി ട്രീഫോ ശിമയോൻ്റെ പക്കലേക്ക് തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ്. എന്താണ് ഈ ദൂതന്മാർക്ക് പറയാനുള്ളത്? ട്രീഫോയുടെ വാക്കുകൾ ഇതാണ്: നിന്റെ സഹോദരനായ ജോനാഥാനെ ഞാൻ ഇപ്പോൾ ബന്ദിയാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ തടവിൽ വച്ചിരിക്കുന്നത്, അവൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് അടച്ചു തീർക്കേണ്ട തുക അത് നൽകാത്തതിനാലാണ്. അതിനാൽ രാജകീയ ഭണ്ഡാരത്തിലേക്ക് അവൻ അടച്ചു തീർക്കേണ്ട തുക നികുതി നൽകിക്കഴിഞ്ഞാൽ അവനെ ഞാൻ വിമോചിതനാക്കും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവനെ ബന്ധിയായി പിടിച്ചിരിക്കുന്നു. തീർച്ചയായും ഒരു ചതിയിലൂടെയാണ് അവനെ ബന്ധനസ്ഥനാക്കിയത്. അതുകൊണ്ട് അവൻ വിമോചിതനാകുന്ന നിമിഷം മുതൽ വീണ്ടും ഒരു ചെറുത്തുനിൽപ്പും വിപ്ലവവും യുദ്ധവും ഉണ്ടായേക്കാം എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തെ വീണ്ടുമുള്ള ഒരു ചെറുത്തുനിൽപ്പിനെയും യുദ്ധത്തെയും ഒഴിവാക്കുന്നതിന് വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അവൻ്റെ മോചനദ്രവ്യമായി 100 താലന്ത് വെള്ളി ഞങ്ങൾക്ക് തരണം, വലിയ ഒരു തുക സമ്പത്ത് നൽകണം. 2, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്ന്, ജോനാഥാൻ്റെ പുത്രന്മാരെ ട്രീഫോയുടെ അടുത്തേക്ക് അയക്കണം, ആൾജാമ്യമായി അയക്കണം. സത്യത്തിൽ ഇത് ചതിയാണ് എന്ന് നമുക്കറിയാം. കാരണം വലിയ ഒരു തുക മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു. അതിനേക്കാളുപരി ജോനാഥാൻ്റെ വംശം പോലും അറ്റുപോകുന്ന രീതിയിൽ ജോനാഥാൻ്റെ ആൺമക്കളെ ആൾജാമ്യത്തിന് ട്രീഫോയുടെ അടുത്തേക്ക് അയക്കണം എന്ന് പറയുന്നു. ഇപ്രകാരം അയക്കപ്പെട്ടാൽ അവർ കൊല്ലപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. ജോനാഥാൻ എന്ന മക്കബായ നേതാവ് ഇപ്പോൾ ഒരു ബന്ദിയായിരിക്കുന്നു. സ്വന്തം സഹോദരൻ ശിമയോനാണ് ഇപ്പോൾ മക്കബായയുടെ നേതൃത്വത്തിലിരിക്കുന്നത്. ട്രീഫോ ഇത്തരത്തിൽ ബന്ദിമോചനത്തിനുള്ള ഒരു സാധ്യത, ഒരു ഡീൽ മുൻപോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ശിമയോൻ ഈ ഡീലിനെ നിരാകരിച്ചാൽ സ്വന്തം ജനം മുഴുവൻ അവനെതിരായി മാറും.
യഹൂദർ മുഴുവൻ അവനെതിരായി മാറും. അവർ പറയും, പണം വിട്ടുകൊടുക്കാനുള്ള താല്പര്യക്കുറവ് കൊണ്ട്, ജോനാഥാൻ്റെ മക്കളെ വിട്ടുകൊടുക്കാനുള്ള താല്പര്യക്കുറവ് കൊണ്ട് ജോനാഥാൻ കൊല്ലപ്പെടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ജോനാഥാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ജോനാഥാൻ്റെ രക്തത്തിൻ്റെ കറ ശിമയോൻ്റെ മേൽ പതിക്കും എന്ന കാര്യം ഉറപ്പായിരുന്നു. അതേസമയം ട്രീഫോ പറയുന്നത് ഈ ഒരുക്കിയിരിക്കുന്ന ഡീല് ഒരു ചതിയാണ് എന്നും കൃത്യമായി ശിമയോൻ അറിയാമായിരുന്നു. എന്നിട്ടും ട്രീഫോ ആവശ്യപ്പെട്ടതുപോലെ മോചനദ്രവ്യം കൊടുക്കാനും ജോനാഥാൻ്റെ ആൺമക്കളെ ആൾജാമ്യമായി പറഞ്ഞയക്കാനും ജോനാഥാൻ തയ്യാറാവുകയാണ്. ചതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ബന്ധിയാക്കപ്പെട്ട സഹോദരനെ മോചിപ്പിക്കുന്നതിനുള്ള അവസാനത്തെ ശ്രമമാണ് ശിമയോൻ ഇവിടെ നടത്തുന്നത്. വചനം ഇപ്രകാരം പറയുന്നു, ചതി നിറഞ്ഞതാണ് അവൻ്റെ വാക്കുകൾ എന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ശിമയോൻ ആളയച്ചു. അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ശിമയോനും പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിനാലാണ് അവൻ മരിക്കാനിടയായത് എന്നവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു. പുത്രന്മാരെയും 100 താലന്ത് വെള്ളിയും അവൻ കൊടുത്തുവിട്ടു. നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തിനാണ് ബന്ധിമോചനത്തിന് വേണ്ടി ഇസ്രായേൽ ജനം ഇന്നും വലിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നത്? തങ്ങളുടെ സഹോദരങ്ങളിൽ ഒരുവൻ ബന്ധിയാക്കപ്പെടുമ്പോൾ ആ ബന്ധിയാക്കപ്പെട്ട ഒരുവന് വേണ്ടി 100-ലധികം തടവുകാരെ അല്ലെങ്കിൽ 1000-കണക്കിന് തടവുകാരെ പറഞ്ഞു വിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് കാരണം. അവർ മരിക്കാനിടയായത് ഭരണാധികാരിയുടെ കുറ്റം കൊണ്ടാണെന്ന് ജനം പറയും. ഇത് ഭയപ്പെട്ട് ചതിയാണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ടും ശിമയോൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. തീർച്ചയായും നമുക്കറിയാം, മോചനദ്രവ്യമായി കൊടുത്ത ആ വെള്ളി അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ജോനാഥാൻ്റെ മക്കൾ തീർച്ചയായും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് കൃത്യമായി ഗ്രന്ഥകാരനൊന്നും പറയുന്നില്ല. അവരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാം. അവസാനം ജോനാഥാനും കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ ഒരു ഭാഗത്ത് മോചനദ്രവ്യവും ആൾജാമ്യവും എല്ലാം കൊടുത്ത് ജോനാഥാനെ രക്ഷിച്ചെടുക്കാനുള്ള മോചനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം ശിമയോൻ ചെറുത്തുനിൽപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി നടത്തി. ട്രീഫോയുടെ ചതിപ്രയോഗങ്ങളും വഞ്ചനയും തിരിച്ചറിയുന്ന ശിമയോൻ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നു. തീരദേശത്തുള്ള ആക്രമണത്തെ ശിമയോൻ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ യുദ്ധവിജയം അനായാസം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ട്രീഫോ യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങുകയാണ്. അതിന് കനത്ത ഹിമപാതം, മഞ്ഞുവീഴ്ച കൂടെ ഒരു കാരണമായി എന്ന് വചനം പറയുന്നുണ്ട്. അടുത്തതായി ജോനാഥാൻ എന്ന മഹാനായ നേതാവിൻ്റെ മരണവാർത്ത. അതാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ബാസ്കാമായുടെ സമീപമെത്തിയപ്പോൾ അവൻ ജോനാഥനെ വധിച്ച് അവിടെ സംസ്കരിച്ചു. ട്രീഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ശിമയോൻ തൻ്റെ സഹോദരനായ ജോനാഥാൻ്റെ അസ്ഥികൾ എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊദൈനിൽ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു.
അനേക ദിവസം അവർ ദുഃഖം ആചരിച്ചു. ശിമയോൻ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്ക് മേൽ ഒരു സ്മാരകം പണിതു. എല്ലാവർക്കും കാണത്തക്ക വിധം മിനുക്കിയ കല്ലുകൾ കൊണ്ട് അതിൻ്റെ മുൻപിൻ ഭാഗങ്ങൾ ഉയർത്തിപ്പണിതു. പിതാവിനും മാതാവിനും 4 സഹോദരങ്ങൾക്കുമായി പരസ്പരാഭിമുഖമായ 7 പിരമിഡുകൾ അവൻ സംവിധാനം ചെയ്തു. മറ്റ് സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിന്മേൽ ശാശ്വത സ്മാരകമായി ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവയ്ക്കുകയും ചെയ്തു. അവയോട് ചേർന്ന് സമുദ്രസഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു. മൊദൈനിൽ അവൻ പണികഴിപ്പിച്ച ഈ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു. ബാസ്ഖാമായുടെ സമീപത്തെത്തിയപ്പോൾ ട്രീഫോ ജോനാഥനെ വധിച്ചു. എന്നിട്ട് അവൻ തന്നെ അവിടെ ജോനാഥനെ സംസ്കരിക്കുകയാണ്. ഇതിനുശേഷം ട്രീഫോ യുദ്ധമുഖത്ത് നിന്ന് താൽക്കാലികമായി പിന്മാറി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. സെലൂക്യായിലേക്ക് തിരിച്ചു പോകുന്നു. ടൊളമായിസിലേക്ക് മാറുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശിമയോൻ ഖബറടക്കപ്പെട്ട തൻ്റെ സഹോദരൻ ജോനാഥൻ്റെ അസ്ഥികൾ ബാസ്ഖാമായിൽ നിന്ന് എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊദൈനിലേക്ക് കൊണ്ടുവന്ന് അവിടെ സംസ്കരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് പിതാവായ മത്താത്യാസിൻ്റെയും സഹോദരൻ യൂദാസ് മക്കബേയൂസിൻ്റെയും കല്ലറയിലാണ് ജോനാഥാൻ്റെ അസ്ഥികൾ സംസ്കരിക്കപ്പെടുന്നത്. പിന്നീട് ഈ കല്ലറയിൽ നടത്തിയ അലങ്കാരപ്പണികളെക്കുറിച്ചുള്ള വിവരണം നൽകുന്നുണ്ട്. അതെല്ലാം അക്കാലത്ത് മക്കബായർക്കുണ്ടായിരുന്ന പ്രൗഢിയും പ്രശസ്തിയുമൊക്കെ വിളിച്ചോതുകയാണ്. ഏതായാലും ജോനാഥാൻ ഇപ്പോൾ ഓർമ്മയായി മാറിയിരിക്കുന്നു. ജോനാഥാൻ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ഓർമ്മകളോടൊപ്പം വിശ്രമിക്കുകയാണ്. ഇനി രാഷ്ട്രീയ തലത്തിൽ സംഭവിക്കുന്ന ചില സഖ്യങ്ങളുടെ കഥകളാണ് മക്കബായ ഗ്രന്ഥത്തിന് നമ്മോട് പറയാനുള്ളത്. അതിനെക്കുറിച്ചുള്ള കഥകൾ വായിക്കുന്നതിനായി നമുക്ക് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. യുവരാജാവായ അന്ത്യോക്കസിനെ ട്രീഫോ ചതിച്ചു കൊന്നു. അവൻ്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞ് അവൻ രാജാവായി. ദേശത്ത് വലിയ വിപത്ത് വരുത്തിവെച്ചു. എന്നാൽ ശിമയോൻ യൂദയായിലെ ശക്തിദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾക്ക് ഓടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി. ശക്തിദുർഗങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങളും സംഭരിച്ചു. അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദെമിത്രിയൂസിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്തുകൊണ്ടെന്നാൽ രാജ്യം കൊള്ളയടിക്കുക മാത്രമേ ട്രീഫോ ചെയ്തുള്ളൂ. അവരുടെ അഭ്യർത്ഥനയ്ക്ക് ദെമിത്രിയൂസ് രാജാവ് അനുകൂലമായ മറുപടി നൽകി. കത്ത് ഇപ്രകാരമായിരുന്നു: പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രവുമായ ശിമയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദജനത്തിനും ദെമിത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം. നിങ്ങൾ കൊടുത്തയച്ച സ്വർണ്ണ കിരീടവും ഈന്തപ്പനക്കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുമായി ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് നൽകേണ്ടതിന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തുടരും. നിങ്ങൾ നിർമ്മിച്ച ശക്തിദുർഗങ്ങൾ നിങ്ങളുടെ അധീനതയിൽ തന്നെ ഇരിക്കും. ഇന്നോളം ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അതിക്രമങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു. നിങ്ങൾ നൽകേണ്ട കിരീട നികുതി ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു. ജെറുസലേമിൽ നിന്ന് പിരിച്ചിരുന്ന മറ്റു നികുതികൾ ഇനി പിരിക്കുന്നതല്ല.
എൻ്റെ അംഗരക്ഷകരാകാൻ യോഗ്യതയുള്ളവർ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതാണ്. നാം തമ്മിൽ സമാധാനം നിലനിൽക്കട്ടെ. 170 ആണ്ടിൽ വിജാതീയരുടെ നുകം ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. സമുന്നതനായ പ്രധാന പുരോഹിതനും യഹൂദരുടെ സേനാധിപനും നേതാവുമായ ശിമെയോൻ്റെ 1-ാം ഭരണവർഷം എന്ന് അന്ന് മുതൽ തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും അവർ എഴുതാൻ തുടങ്ങി. യുവരാജാവായ അന്ത്യോക്കസിനെ ട്രീഫോ ചതിച്ച് കൊന്നു. അവൻ്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞവൻ രാജാവായി ദേശത്ത് വലിയ വിപത്ത് വരുത്തിവെച്ചു എന്നാണ് മക്കബായ ഗ്രന്ഥകാരൻ പറയുന്നത്. നമുക്കറിയാം, ട്രീഫോ ഒരു ചതിയനായിരുന്നു. സത്യത്തിൽ അന്ത്യോക്കസ് ആറാമൻ എന്ന രാജാവിനെ രാജാവാക്കാനായി കൊണ്ടുവരുന്നത്, അദ്ദേഹം ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ കൊണ്ടുവരുന്നത്, രാജാവാക്കുന്നത് എല്ലാം ട്രീഫോയാണ്. പക്ഷേ ട്രീഫോയുടെ ആത്യന്തികമായ ലക്ഷ്യം രാജസ്ഥാനമായിരുന്നു. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ട്രീഫോ നിരന്തരം നടത്തിക്കൊണ്ടുമിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പലപ്പോഴും തടയിട്ടത് ജോനാഥാൻ്റെ നേതൃത്വത്തിലുള്ള മക്കബായരുടെ നീക്കമായിരുന്നു. അതുകൊണ്ട് ജോനാഥാനെ ഏതെങ്കിലും വിധത്തിൽ കൊന്നുകളയുക എന്നത് ട്രീഫോയുടെ ലക്ഷ്യമായിരുന്നു. ഇപ്പോഴിതാ ജോനാഥാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും ട്രീഫോയുടെ മുമ്പിലില്ല, തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ താൻ തന്നെ എടുത്ത് വളർത്തി രാജാവാക്കിയ അന്ത്യോക്കസ് ആറാമൻ എന്ന കിരീടാവകാശിയായ യഥാർത്ഥ സെലൂക്യ രാജാവിനെ കൊലപ്പെടുത്തി ചതിയിലൂടെ ചതിച്ചുകൊന്ന് ഇപ്പോൾ ട്രീഫോ ഏഷ്യയുടെ രാജാവായി സ്വയം അവരോധിതനായി ഇരിക്കുകയാണ്. കാരണം ജോനാഥാൻ്റെ മരണത്തോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി. അങ്ങനെ സെലൂക്യനല്ലാത്ത ട്രീഫോ ഔത്തോക്രാത്തോർ എന്ന പേരിൽ പുതിയ ഭരണക്രമം ആരംഭിക്കുന്നു. ഈ സമയം നമുക്കറിയാം, ശിമെയോനെ സംബന്ധിച്ചിടത്തോളം ശിമെയോൻ തൻ്റെ പട്ടണത്തിൻ്റെ, ജെറുസലേമിൻ്റെ ദേവാലയ നഗരത്തിൻ്റെ മതിലുകൾ ശക്തിപ്പെടുത്തുന്നുണ്ട്, വലിയ കോട്ടകൾ പണിയുന്നുണ്ട്, ആ കോട്ടകളിൽ ധാരാളം ധാന്യം സംഭരിച്ചു വയ്ക്കുന്നുണ്ട്. ഒരു യുദ്ധത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ശിമെയോൻ ഈ സമയം നടത്തുന്നുണ്ട്. കാരണം ഏത് സമയവും ട്രീഫോയുടെ ഒരു യുദ്ധം തങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എന്ന് ശിമെയോന് വ്യക്തതയുണ്ടായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തെ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതിന് ശേഷം മറ്റൊരു കാര്യം കൂടി ശിമെയോൻ ചെയ്യുകയാണ്. അത് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ബന്ധത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതുകൊണ്ട് അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസം അഭ്യർത്ഥിച്ചുകൊണ്ട്, സംരക്ഷണം അഭ്യർത്ഥിച്ചുകൊണ്ട് ദെമിത്രിയൂസ് രാജാവിൻ്റെ അടുത്തേക്ക് ആളയക്കുന്നു. അപ്പോൾ ട്രീഫോയുടെ സൈനിക മുന്നേറ്റത്തെ, യുദ്ധത്തെ തടയിടാൻ വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര ബന്ധം സ്ഥാപിക്കാനായിട്ടാണ് ശിമെയോൻ ശ്രമിക്കുന്നത്. ആ ശ്രമം വിജയിച്ചു എന്നതാണ് സത്യം. ദെമിത്രിയൂസ് രാജാവ് വളരെ അനുകൂലമായ മറുപടി നൽകുന്നു. 170-ാം ആണ്ടിൽ വിജാതീയരുടെ നുകം ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. അതായത് പിന്നീട് വിജാതീയരായ ആരും ചുമത്തിയ നികുതി അവർ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. അങ്ങനെ സമുന്നതനായ പ്രധാന പുരോഹിതൻ, യഹൂദരുടെ ഭരണാധിപൻ, നേതാവ്, ഇതൊക്കെയായി തീർന്ന ശിമെയോൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഭരണക്രമം യൂദായിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ അന്നു മുതൽ തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും ജനം ശിമെയോൻ്റെ 1-ാം ഭരണവർഷം എന്ന് എഴുതാൻ തുടങ്ങി. വിജാതീയരുടെ ഭരണകാലം മാറിയിരിക്കുന്നു. വിജാതീയരുടെ നുകം
നീക്കപ്പെട്ടു. ദെമിത്രിയൂസിൻ്റെ നികുതി ഇളവുകളിലൂടെ ഇസ്രായേൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് ഉണരുകയായിരുന്നു. പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു രാജ്യത്തിൻ്റെ പദവി അവർക്ക് നൽകപ്പെട്ടു. അങ്ങനെ നിങ്ങളിൽ നിന്ന് ഞാൻ അടിമത്തത്തിൻ്റെ നുകം നീക്കും എന്ന പ്രവാചക വചനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഇപ്പോൾ യൂദായ്ക്ക് ഇസ്രായേലിന് വീണ്ടും സ്വതന്ത്രമായ ഒരു രാഷ്ട്രമായി നിലകൊള്ളാനുള്ള പദവി ലഭിച്ചിരിക്കുന്നു. 25 വർഷങ്ങളുടെ മക്കബായ ചെറുത്തുനിൽപ്പിന് ശേഷമാണ് ഈ സ്വാതന്ത്ര്യം അവർക്ക് കൈവരുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ഉടമ്പടി വിജയം പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നായിരുന്നില്ല. പെട്ടെന്ന് ലഭിക്കുന്ന ഒരു വിജയമായിരുന്നില്ല അവരുടേത്. പലപ്പോഴും അവർ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ടും നിരന്തരം പോരാടി ഇപ്പോഴിതാ അവർക്ക് വിജയം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിലും പരീക്ഷണങ്ങൾ ധാരാളമായി വരും. പാപത്തിനോടും ലോകത്തിനോടും പിശാചിനോടുമുള്ള നമ്മുടെ സമരം ചിലപ്പോൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിന്നേക്കാം. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വച്ചാൽ, ചെറുത്തുനിൽപ്പ് നടത്തിയാൽ നമുക്ക് വിജയം ലഭിക്കും എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കടക്കടലുകൾ താണ്ടി ഒരു ചെറുത്തുനിൽപ്പിലൂടെ നമുക്ക് പ്രത്യാശയുടെ പ്രഭാതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കാൻ സാധിക്കും എന്ന് മക്കബായരുടെ ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പദവിയിൽ ഇസ്രായേൽ ജനം വീണ്ടും എത്തി നിൽക്കുകയാണ്. ഇനി ശിമെയോൻ്റെ നേതൃത്വത്തിൽ ഇവർ നേടിയ ചില സൈനിക വിജയങ്ങളുടെ കഥയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ വചന ഭാഗം ഒന്ന് വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ശിമെയോൻ ഗസറായ്ക്കെതിരെ പാളയമടിച്ച് അതിനെ വളഞ്ഞു. യന്ത്രമുട്ടിയുണ്ടാക്കി നഗരത്തിൻ്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തി. യന്ത്രമുട്ടിയോടൊപ്പമുണ്ടായിരുന്നവർ നഗരത്തിൽ കടന്നു. അവിടെ വലിയ സംഭ്രാന്തി ഉളവായി. നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം മതിലിന്മേൽ കയറി വസ്ത്രങ്ങൾ കീറി അത്യുച്ചത്തിൽ നിലവിളിച്ച് ശിമെയോനോട് സമാധാനത്തിന് അപേക്ഷിച്ചു. തങ്ങളുടെ അകൃത്യങ്ങൾക്കനുസൃതമായ അല്ല, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് പെരുമാറണമേ എന്ന് അഭ്യർത്ഥിച്ചു. ശിമെയോൻ അവരുമായി ഒരു കരാറുണ്ടാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നഗരത്തിൽ നിന്ന് അവൻ അവരെ പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അവൻ അതിലെ അശുദ്ധികളൊക്കെ നീക്കി നിയമം പാലിക്കുന്നവരെ അവിടെ വസിപ്പിച്ചു. അതിൻ്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കായവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു. ജെറുസലേമിലെ കോട്ടയിലുള്ളവർ ക്രയവിക്രയത്തിന് പുറത്തു പോകുന്നതോ അകത്തു കടക്കുന്നതോ നിരോധിച്ചിരുന്നു. തന്മൂലം അവർ വിശന്നു വലഞ്ഞു. അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു. സമാധാനത്തിനായി ശിമെയോനോട് അവർ കേടപേക്ഷിച്ചു. അവൻ അപ്രകാരം ചെയ്തു. എങ്കിലും അവിടെ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് കോട്ടയെ ശുദ്ധമാക്കുകയും ചെയ്തു. 171-ാം ആണ്ട് 2-ാം മാസം 23-ാം ദിവസം യഹൂദർ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പനക്കൊമ്പുകളേന്തി വീണ, കൈത്താളം, തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു. ഇസ്രായേലിൻ്റെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദപൂർവ്വം ആഘോഷിക്കണമെന്ന് ശിമെയോൻ കൽപ്പിച്ചു. കോട്ടയ്ക്കെതിരെയുള്ള ദേവാലയഗിരിയുടെ മതിലുകൾ ബലപ്പെടുത്തി അവനും സൈന്യവും അവിടെ താമസമാക്കി. തൻ്റെ മകൻ യോഹന്നാന് പ്രായപൂർത്തിയായി എന്ന് കണ്ട് ശിമെയോൻ അവനെ സർവ്വസൈന്യാധിപനാക്കി. അവൻ ഗസ്രായിൽ വാസമുറപ്പിച്ചു.
ശിമയോൻ്റെ നേതൃത്വത്തിലുള്ള പടയോട്ടങ്ങളുടെ ചരിത്രമാണ് നമ്മൾ ഈ വചനങ്ങളിൽ കാണുന്നത്. ജെറുസലേം കോട്ട സുരക്ഷിതമാക്കിയ ശേഷം ശിമയോൻ ഗസറ കോട്ടയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ശിമയോൻ ഗസറായ്ക്കെതിരെ പാളയമടിച്ചതിനെ വളഞ്ഞു, യന്ത്രമുട്ടിയുണ്ടാക്കി നഗരത്തിൻ്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തുന്നു. ഗസറ ജെറുസലേമിനും തീരദേശത്തിനുമിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തന്ത്രപ്രധാനമായിരുന്ന ഒരു കോട്ടയായിരുന്നു അക്കാലത്ത്. മക്കബായ വിരോധികളായിരുന്ന യഹൂദരുടെ താവളം കൂടിയായിരുന്നു ഈ കോട്ട. അപ്പോൾ ഗസറ കോട്ട പിടിച്ചടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള വിവരങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം.